ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടാണ് നടപടി. 1-ാം പ്രതി നിതിൻ രാജ്, 16-ാം പ്രതി IP ബിനു എന്നിവരുടെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാറാണ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ദേവൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായിട്ടുണ്ട്. ദേവൻ, ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ പോകുന്ന സംഭവമായിട്ട് ഇത് മാറുമോ? നമുക്ക് എന്താണ് വിവരം ലഭിക്കുന്നത്? ായിട്ടുള്ള IP ബിനു അടക്കമുള്ള ആളുകൾ 24ഓളം വരുന്ന പ്രതികൾ മ്യൂസിയം സ്റ്റേഷനിൽ ജാമ്യ വ്യവസ്ഥയുടെ ഭാഗമായി തന്നെ സ്റ്റേഷനിൽ ഒപ്പിടാനായി എത്തിയിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസമായിരുന്നു ഈ സ്റ്റേഷനിലെ ഓണാഘോഷം നടന്നിരുന്നതും. അതിന്റെ ഭാഗമായി മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരുക്കിയ ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ ഈ ഊഞ്ഞാലിലും ഒപ്പം തന്നെ അവരുടെ അത്തപ്പൂക്കളത്തിലും അതിന്റെ ഭാഗമായി ഒരുക്കിയ കലാപ്രകടനങ്ങളും ചെണ്ടമേളം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ IP ബിനു അടക്കമുള്ള CPIM നേതാക്കൾ, ED ആക്രമണ കേസിലെ പ്രതികളായിട്ടുള്ള നേതാക്കൾ അത് പങ്കെടുക്കുന്നതും അതിന്റെ വീഡിയോകൾ അത് റീൽസായി ചിത്രീകരിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്തതും എല്ലാം തന്നെ വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ഈ പ്രധാനമായും ഈ ED ആക്രമണ കേസിലെ അതില് ആദ്യഭാഗത്തുള്ള EDക്ക് ഈ കാര്യത്തിൽ വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായിരുന്നു. അവരുടെ കാര്യം പോലീസുമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിൽ പോലീസിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്ന ഈ സംഭവത്തിൽ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരായിട്ടുള്ള 6 ഉദ്യോഗസ്ഥർ, അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 6 ഉദ്യോഗസ്ഥർക്ക് അവരുടെ അച്ചടക്ക നടപടി എന്നോണം അവരെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിക്കൊണ്ട് AR ക്യാമ്പിലേക്ക് മാറ്റുന്ന നടപടിയും പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിരുന്നു. തുടർന്ന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം DCPയുടെ നേതൃത്വത്തിൽ നടക്കുമെന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രതികളുടെ ജാമ്യം റദ്ദാക്കുന്ന നടപടിയുമായി മുന്നോട്ട് പോകാനായി ഇപ്പോൾ ഈ പോലീസും ഒപ്പം തന്നെ അതിന്റെ വക്കീലും അവരും എല്ലാം തന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ സന്തോഷ് കുമാർ കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ ജാമ്യ വ്യവസ്ഥയിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച സമയത്ത് വ്യക്തമായും ഈ ജാമ്യ വ്യവസ്ഥയിൽ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ജാമ്യ വ്യവസ്ഥ ലംഘിക്കുന്ന നടപടികൾ പ്രതികളുടെ ഭാഗത്തും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ ജാമ്യ കാലാവധി റദ്ദ് ചെയ്യുന്നുള്ള കാര്യം വ്യക്തമാണ്. IP ബിനു, നിതിൻ അടക്കമുള്ള ED ആക്രമണ കേസിലെ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വഴി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാർ.